കൗമാരകലയുടെ രണ്ടാം ദിന മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ 308 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് മുന്നിലുള്ളത്. 305 പോയിന്റുമായി തൃശൂരും 2 പോയിന്റ് വ്യത്യാസത്തിൽ 303 പോയിന്റുമായി പാലക്കാടും തൊട്ടുപിറകിലുണ്ട്. ജനപ്രിയ ഇനങ്ങളായ ചെണ്ടമേളം, ദഫ്മുട്ട്, ബാൻഡ് മേളം തുടങ്ങിയവയാണ് ഇന്ന് അരങ്ങ് തകർക്കുന്നത്. പ്രധാന വേദിക്ക് മുന്നിൽ നിന്ന് സ്വാന്തന സാജുവാണ് ചേരുന്നത്. സ്വാന്തന, ഇപ്പോൾ പ്രധാന വേദി MT നിലയിൽ ഏത് മത്സര ഇനമാണ് പുരോഗമിച്ചു വരുന്നത്? ഇന്നിപ്പോൾ രണ്ടാം ദിനമായിരിക്കുന്നു. ആളുകളുടെ ഒരു പങ്കാളിത്തം എങ്ങനെയുണ്ട്? ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് വൈകുന്നേരമാകുമ്പോഴേക്കും ഒരുപാട് ആളുകൾ എത്താനും ഇടയുണ്ടല്ലേ? ദിവ്യ, ഈ ഉച്ചയുടെ ഒരു ആലസ്യം എന്നതിനപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ ജനപങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയുമൊക്കെ ഉച്ചയ്ക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വൈകുന്നേരം നല്ല ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്. ദിവ്യ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പ്രധാന വേദിയായ MT നിലയിലാണുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മോഹിനിയാട്ടം നടക്കുകയാണ്. കുറച്ച് സമയം മുമ്പാണ് മോഹിനിയാട്ടം ആരംഭിച്ചത്. അപ്പോൾ അത് പുരോഗമിക്കുകയാണ്. അത് കാണാനും നല്ല ജനപങ്കാളിത്തം തന്നെയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഉച്ച സമയമാണ്, അതുകൊണ്ട് ഉള്ള കുറച്ച് ഒരാളുടെ കുറവുണ്ട് എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. മത്സരങ്ങളൊക്കെ എല്ലാ വേദികളിലും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഇത് 25 വേദികളിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ജനപ്രിയ ഇനങ്ങളായ നിരവധി ജനപ്രിയ ഇനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഭരതനാട്യമുണ്ട്, അതുപോലെ തന്നെ ഒപ്പന, മാർഗംകളി, തിരുവാതിര, നാടോടി നൃത്തം, നാടകം, ചെണ്ടമേളമുണ്ട്. അങ്ങനെ ഇതൊക്കെ കാണാൻ ആളുകൾ ഒരുപാട് കാത്തിരിക്കുന്ന ഇനങ്ങൾ തന്നെയാണ് ഇതൊക്കെയും. അപ്പോൾ അതൊക്കെ തന്നെയും ഇന്ന് വേദികളിൽ എത്തുന്നുണ്ട്. പിന്നെ ഈ ഗോത്രവിഭാഗക്കാരുടെ ഇനം ഒരു നൃത്തരൂപമായ പടിയ നൃത്തം ഇന്ന് വേദിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് വേദി 15-ലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ കേരളീയരായ ആളുകൾ മാത്രമല്ല, പുറത്തു നിന്നുള്ള ആളുകൾ പോലും, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പോലും ഈ കലോത്സവമൊക്കെ ഉണ്ട് എന്നറിഞ്ഞ് അവിടെ ഈ നൃത്തരൂപങ്ങളൊക്കെ കാണുവാൻ എത്തിയിരുന്നതൊക്കെ വളരെ കൗതുകമായിരുന്നു. അങ്ങനെ എല്ലാത്തരം മത്സരങ്ങൾ, പ്രത്യേകിച്ച് ജനപ്രിയ ഇനങ്ങൾ കാണാനാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഈ ഇവിടെ പ്രധാന വേദിയിൽ നോക്കുകയാണെങ്കിലും വേദിക്ക് പുറത്തുമൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആര് സ്വർണ്ണക്കപ്പിൽ മുത്തമിടുമെന്നുള്ളത് ആദ്യ ദിവസം മുതൽക്ക് തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ കണ്ണൂരാണ് ഈ ഒരു പോയിന്റ് നിലയിൽ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 308 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. എന്നാൽ ഒരു പൊടി പോലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ തൃശ്ശൂരും ഉണ്ട്. അങ്ങനെ തൃശ്ശൂരിന് 305 പോയിന്റാണ് ഉള്ളത്. അങ്ങനെ ഈ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടുമെന്നറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ടീച്ചറാണ് ടീച്ചറാണ് കാണാൻ വന്നത്. കോഴിക്കോട് ജില്ലാ പോയിന്റ് പട്ടികയിൽ എവിടെയാണ്? ബാലധാര തലയിൽ സ്കൂളിലെ ടീച്ചറാണ്. സ്കൂളിൽ കാണാൻ വന്ന് ഇന്നലെയും വന്നു, ഉദ്ഘാടനത്തിനും വന്ന് വൈകുന്നേരം വരെ ഇരുന്നു. ഇന്നും അതുപോലെ തന്നെ രാവിലെ വന്ന് ഇത് ഒപ്പന മുഴുവനും കണ്ട് മോഹിനിയാട്ടം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ പല പ്രോഗ്രാമുകളും അല്ലാതെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങി നോക്കിയതാണ്. അന്നേരം ഇവിടെ തന്നെ എല്ലാ സ്റ്റേജിലും കാണാം, മറ്റു പ്രോഗ്രാമും കാണാം. പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ അയ്യോ പറയാനുണ്ട്. കൂടുതൽ കണ്ട പരിപാടി ഏതാ? ഒപ്പനയാണ്. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാ കുട്ടികൾക്കും A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. ജനപങ്കാളിത്തമൊക്കെ എങ്ങനെയുണ്ട്? ആളുകളൊക്കെ വരുന്നത് ഒരുപാട് പേരുണ്ട്. ഇന്ന് അവധി ദിവസമല്ലേ, അതുകൊണ്ട് ഒരുപാട് പാരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് വരികയാണ്. ഒരുപാട് ഞാൻ ഇങ്ങനെ അടുത്തിരുന്നവരെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കാണാൻ വന്നവരാണോ? ഇഷ്ടപ്പെട്ടോ? ഏതൊക്കെയാ കണ്ടത്? ഡാൻസ് കാണാൻ വന്നാണ്. മുമ്പ് കലോത്സവമൊക്കെ കണ്ടിട്ടുണ്ടോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുക്കുമായിരുന്നെങ്കിൽ ഏത് മത്സരത്തിൽ പങ്കെടുത്തേനെ? അതെങ്ങനെയുണ്ട്? പങ്കെടുത്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാലും ബാൻഡ് മേളം, ചെണ്ടമേളം, അങ്ങനെ ഏതെങ്കിലും ആണ്? ഇപ്പൊ ഇന്നിപ്പോ ഏതാ കണ്ടത്? എങ്ങനെയുണ്ട് മോഹിനിയാട്ടം? കുഴപ്പമില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് കാണാൻ ഇറങ്ങിയതാണോ?